ജമ്മു കാശ്മീരിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ അരുന്ധതി റോയിയുടേതടക്കം 25 പുസ്തകങ്ങൾ നിരോധിച്ച ഉത്തരവ്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പല പുസ്തകങ്ങളുടെയും വിഘടനവാദം പ്രചരിപ്പിക്കുന്നുവെന്നാണ് ആരോപണം. അന്താരാഷ്ട്ര പ്രസാധകരുടെ അടക്കം പുസ്തകങ്ങളാണ് നിരോധിച്ചത്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഇത് ഏതു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ നിരോധിക്കാനുള്ള കാരണം? ഇതൊക്കെ പലതും മാർക്കറ്റിൽ വിറ്റുപോയ പുസ്തകങ്ങൾ തന്നെയല്ലേ ആദിൽ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇത് ഓൺലൈനിലൊക്കെ ലഭ്യമാകുന്ന പുസ്തകങ്ങളാണ്. തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രശസ്ത എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നിരോധിക്കാനുള്ള തീരുമാനം വരുന്നത്. BNS 98 വകുപ്പ് പ്രകാരമാണ് നടപടിയെന്ന് ജമ്മുകശ്മീർ പോലീസ് അറിയിക്കുകയാണ്. 25 പുസ്തകങ്ങളാണ് ജമ്മുകശ്മീർ സർക്കാർ നിരോധിച്ചിരിക്കുന്നത്. അരുന്ധതി റോയ്, AG നൂറാനി അടക്കമുള്ളവരുടെ പുസ്തകങ്ങൾ നിരോധിച്ച പുസ്തകങ്ങളുടെ പട്ടികയിലുണ്ട്. തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്നു, തെറ്റായ വിവരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, കേന്ദ്രഭരണ പ്രദേശത്ത് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നു, യുവാക്കളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ്, ആരോപണങ്ങളോടെയാണ് 25 പുസ്തകങ്ങൾ ഇപ്പോൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ജമ്മുകശ്മീർ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. അവിടെ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണമാണെന്ന് നമുക്കറിയാം. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഉണ്ടെങ്കിലും ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറക്കിയത് എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. പൊതുസമാധാനത്തിനും രാജ്യത്തിന്റെ ഐക്യത്തിനും ദോഷകരമാണ് ഈ പുസ്തകങ്ങളുടെ വായന എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. അരുന്ധതി റോയിയുടെ ആസാദി, AG നൂറാനിയുടെ ദ കശ്മീർ ഡിസ്പ്യൂട്ട് അടക്കമുള്ള പുസ്തകങ്ങൾ നിരോധിച്ച പുസ്തകങ്ങളിൽപ്പെടും. അന്താരാഷ്ട്ര പ്രസാധകരുടേതടക്കം പുസ്തകങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരായി നിൽക്കുന്ന സന്ദേശം നൽകുന്ന പുസ്തകങ്ങളാണ് നിരോധിച്ചതെന്ന് ജമ്മു കാശ്മീർ സർക്കാർ അറിയിക്കുകയാണ്. പുസ്തകങ്ങൾ നിരോധിച്ചാൽ പുസ്തകങ്ങളിലെ ആശയം മരിക്കുമെന്ന് കരുതുന്നവർ ാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ.